ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം വരുന്ന 10 നക്ഷത്രക്കാരായിട്ടുള്ള 4 രാശിക്കാർക്ക് മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം വേദജ്യോതിഷമനുസരിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ജ്യോതിഷ പ്രതിഭാസമായ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സംഗമം നടക്കുവാൻ പോവുകയാണ്. ഇത് പല രാശിക്കാരെയും പല വിധത്തിലാണ് ബാധിക്കുന്നതെങ്കിലും ഈ 4 രാശിക്കാർക്കും ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സവിശേഷതകൾ നിറഞ്ഞതും അതിപ്രാധാന്യമറിയിക്കുന്നതുമാണ്. അപ്പോൾ ഈ 4 രാശിക്കാരുടെയും ജീവിതത്തിൽ ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 4 രാശിക്കാരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സംഗമം നടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് മഹാലക്ഷ്മി രാജയോഗമാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒന്നിന് പുറമെ ഒന്നായി ഭാഗ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച മഹാലക്ഷ്മി രാജയോഗം ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ചൊരിയുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും സാമ്പത്തിക കാര്യങ്ങളിലും വരുമാന മേഖലകളിലും വളരെയധികം അനിശ്ചിതത്വം നിലനിന്ന് വരുന്നുണ്ട്. അതായത് കിട്ടുന്ന സമ്പാദ്യമൊന്നും തികയുന്നില്ല, കടം വീട്ടുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ സർവ്വ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി വന്നു കഴിയുമ്പോൾ പിന്നെ സ്വന്തം കാര്യത്തിനായി 1 രൂപ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ് മിക്ക ആളുകളും അനുഭവിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സമാധാനക്കേടുകളും വേറെയും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വരുമാന ഭാവത്തിലാണ് മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ചയോടെ കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ സാമ്പത്തികമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളരെ വലിയ ഒരു മാറ്റം കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനും അതുപോലെ തന്നെ കുടുംബത്തിലെ ഐക്യവും മനസ്സമാധാനവുമെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ അധികരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. മാത്രമല്ല ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മഹാലക്ഷ്മി രാജയോഗം ഗുണഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ പുതിയതായി തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഉയർച്ചയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇരട്ടിയായി ലാഭം കൊയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ മെയ് മാസം 4-ാം തീയതിക്ക് ശേഷം ചില പ്രത്യേക പരീക്ഷകളൊക്കെ എഴുതുവാനിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠയും ഭയങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ
നിങ്ങൾ ഒരു കാരണവശാലും അതിനെപ്പറ്റി ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഈ മെയ് മാസം 4-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ പോകുന്ന ചില പരീക്ഷകളിൽ വളരെ മികച്ച ഫലങ്ങൾ തന്നെയായിരിക്കും കന്യരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കന്യരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച നിങ്ങൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ചില വ്യക്തികളെ നേരിട്ട് കാണുവാനും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ അവരെ കാണണമെന്ന് ആഗ്രഹിച്ചത് ആ കാര്യം ഭംഗിയായി നടക്കുകയും ചെയ്യും. എന്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ശമനം കാണുവാനും നിങ്ങളുടെ മാനസികമായ സന്തോഷവും മനസ്സമാധാനവുമെല്ലാം അധികരിക്കുവാനും പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സംഗമം കൊണ്ടുണ്ടാകുന്ന മഹാലക്ഷ്മി രാജയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ അത്ഭുതകരമായ നേട്ടങ്ങളും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളുമെല്ലാം അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മഭാവത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് എന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വളരെ വിജയകരമായ ഒരു ഫലം ലഭിക്കുവാനും പോകുന്ന സമയമാണ് ഈ മെയ് 4-ാം തീയതിയോടെ തുടങ്ങുന്നത്. മാത്രമല്ല മെയ് 4-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈ തുലാം രാശിയിൽ തന്നെ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഒരു നല്ല ജോലിക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നേടിയെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ നേരിടുകയും നല്ല ഒരു ജോലി ഇല്ലാത്തതിനാൽ തന്നെ വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ മെയ് മാസം 4-ാം തീയതിയോടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനമായിരിക്കും. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഒരു പ്രശസ്തിയും ചില ഉയർച്ചകളും അഭിനന്ദനങ്ങളുമൊക്കെ ലഭിക്കുവാൻ പോകുന്ന സമയം കൂടിയാണ് ഈ ഞായറാഴ്ച കഴിയുന്നതോടെ വരുവാൻ പോകുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മാറി മാറി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നത് കൊണ്ട് തന്നെ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നേരിട്ട് വരുന്ന ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാവുകയും നിങ്ങളുടെ ഭവനത്തിലെ സമാധാനക്കേടുകൾ അകന്ന് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുകയും ചില പുതിയ കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരിച്ചെടുക്കുവാനും കഴിയുന്ന സമയം കൂടിയാണ് ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയുന്നതിനാൽ തന്നെ
നിങ്ങളെ ഇപ്പോൾ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്ന് അകലുകയും ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും വിജയകരമായ ഒരു ഫലം നേടിയെടുക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. ഇനി മൂന്നാമതായി മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അപൂർവമായ സംയോഗം കൊണ്ട് ജീവിതത്തിലേക്ക് മഹാഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഈ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 3 നക്ഷത്രക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരൽപ്പം മനസമാധാനവും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനിരട്ടിയായി സങ്കടങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് വീണ്ടും വന്നെത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ ആളുകൾക്കും നിലനിൽക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് വാസ്തവമായി നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതായത് അതിൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ടെന്ന് തന്നെ സാരം. എന്നാൽ നിങ്ങൾ നീറിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോവുകയാണ്. പല നേട്ടങ്ങളും വന്നെത്തും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക വിഷമതകൾ നിങ്ങളിൽ നിന്ന് അകലുകയും മനസമാധാനവും സന്തോഷവും നിങ്ങളിൽ അധികരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച നിങ്ങൾ ചെയ്യുന്ന ജോലി സംബന്ധമായുള്ളതോ മതപരമായുള്ളതോ ആയ ചില യാത്രകൾ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും മെയ് മാസം 4-ാം തീയതി. അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ചില കൃഷി ഇറക്കുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇത്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ നിന്ന് നല്ല രീതിയിൽ ഒരു വിളവെടുപ്പെടുക്കുവാൻ കഴിയുകയും അത് നിങ്ങൾക്ക് വളരെ വലിയ ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകമാവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ അതിർത്തി തർക്കം കൊണ്ടും വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ രാജയോഗം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷം അധികരിക്കുകയും മനസമാധാനം വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ആ വീട് പണിക്ക് ആവശ്യമായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗവും ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ലഭിക്കും. ഈ വസ്തുക്കൾ വാങ്ങുവാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിനുശേഷം വീട് പണി തടസ്സങ്ങളെല്ലാം നീങ്ങി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് കൈവരും. എന്തുകൊണ്ടും ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് സർവ ഐശ്വര്യവും നൽകുവാനാണ് രൂപം കൊള്ളുവാൻ പോകുന്നത്. ഇനി അവസാനമായി ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാർ മൂലം, പൂരാടം,
ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമൊക്കെ വളരെയധികം മെച്ചപ്പെട്ട പല നിമിഷങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് 4-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ കാണുവാനും അവരോടൊപ്പം വളരെയധികം സന്തോഷത്തോടെ ചില സമയങ്ങൾ ചിലവഴിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങൾ അകലുകയും സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ചില മംഗളവാർത്തകൾ കേൾക്കുവാനുള്ള യോഗം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിലേക്ക് ഇത്രയധികം ഉയർച്ചകൾ സമ്മാനിക്കുവാൻ പോകുന്ന ഈ യോഗം നിങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം വരെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത പ്രതിസന്ധികളും ദുരിതങ്ങളും കഷ്ടതകളും തന്നെയാണ് ധനുരാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു വിജയം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടി ഈ മെയ് 4-ാം തീയതി ധനുരാശിക്കാരിൽ സംഭവിക്കും. അത് മറ്റൊന്നുമല്ല, ചില ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് ചില സ്നേഹ സമ്മാനങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള മക്കൾക്ക് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ മെയ് 4 ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാനസിക സന്തോഷത്തെ അധികരിപ്പിക്കുകയും ജീവിതത്തിന് ഒരു അർത്ഥം നൽകുകയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 രാശിക്കാർക്കും മെയ് 4 ഞായറാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.